Good morning, ladies and gentlemen. Welcome to your favorite Hello, ladies and gentlemen. എൻ്റെ കയ്യിലൊരു മുട്ടൻ കോമഡി സാധനമുണ്ട് ഗൈസ്. ഞാനിതെന്തിനു മേടിച്ചു എന്ന് ഞാൻ ഇപ്പോഴും ഈ നിമിഷം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്തിൻ്റെ കേടാ? നിനക്കെന്താ? ഇത് apple.com നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ കൂടെ ആപ്പിളിൻ്റെ കൂടെ ഏറ്റവും കോമ്പാറ്റിബിൾ ആയിട്ടുള്ള സാധനം TWS ഏതാണ്? അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. എയർപോഡ്സ് പ്രോ അല്ലേ? ആണ് എയർപോഡ്സ് പ്രോയോ പ്രോ 2ഓ എയർപോഡ്സോ അല്ലെങ്കിൽ പിന്നെ അവന്മാരെ തന്നെ വേറൊരു കമ്പനിയുണ്ട്, അവന്മാർ മേടിച്ചൊരു കമ്പനിയുണ്ട്, ഡോക്ടർ ഡ്രേൻ്റെ ബീറ്റ്സ്. അതിന് മുന്നേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു 2000 രൂപയുടെ ബോൾട്ടിൻ്റെ Z40 Ultra. 2000 രൂപയാണ്. 32 dB വരെ കട്ട് ചെയ്യുന്ന ANC വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റിയും ബഹളമൊക്കെ ഉണ്ട്. ഇത് നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ട്. ഇത് നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കേസ് ബാറ്ററി ചാർജിങ് ആണ്, ചാർജ് ചെയ്യും. 2000 രൂപയെ ഇതിന് ഉള്ളൂ. അടുത്തത് നമ്മുടെ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ് നത്തിങ്ങിൻ്റെ ബഡ്സ് 2A എന്ന് പറയുന്ന സാധനം. ഇതിലും ANC ഉണ്ട്, വയർലെസ് ചാർജിങ് ഒന്നുമില്ല. ഇതും നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കേസ് ചാർജ് ചെയ്യും. ഇതിൽ ANC ഉണ്ട്. ഇത് ഓവർ പ്രൈസ്ഡ് ആണ്. 8000 രൂപ എന്തോ ആണ്, എനിക്ക് തോന്നുന്നില്ല. 8000 രൂപയ്ക്ക് ഇതിനേയും കാട്ടിലും 5000 രൂപ വരെ ഇത് മേടിക്കാനാണ് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത്. OnePlusൻ്റെ ബഡ്സ് 3 എന്ന് പറയുന്ന സാധനം അത്യാവശ്യം നല്ല ബൾക്കിയാണ്, കുറച്ച് വലുതാണ് കമ്പയറിങ് ടു ഇതിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ. എന്നാൽ ഇതും സൗണ്ട് ക്ലാരിറ്റി നല്ലതാണ്. നമുക്ക് ഇവിടെ തന്നെ വോളിയം കൺട്രോൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഏകദേശം 40 dB വരെ കട്ട് ചെയ്യുന്ന ANC വരുന്നുണ്ട്. നല്ല സൗണ്ട് സിഗ്നേച്ചറാണ്. ഇറ്റ് ഓൾസോ ഗിവ്സ് യു റിയലി ഗുഡ് ബാറ്ററി ലൈഫ്. ഈവൻ കേസ് ചാർജ് ചെയ്യും. 5000 രൂപ ഇതിൻ്റെയൊക്കെ കേസ് ചാർജ് ചെയ്യും. ഓക്കെ, ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് ആപ്പിളിൻ്റെ. ഇവിടെ ദുബായിലാണ് കേട്ടോ. ദുബായിൽ 350 ദിർഹം. ഇതാണ് ബീറ്റ് സോളോ ബഡ്സ് എന്ന് പറയുന്ന സാധനം. കാണാൻ മുട്ടൻ ലുക്കാണ് കേട്ടോ. റെഡ് കളർ, ട്രാൻസ്പാരൻറ്റ് കേസും. ആൻഡ് ദിസ് ഇസ് സൂപ്പർ കോമ്പാറ്റബിൾ വിത്ത് ഐഫോണുമായിട്ട് മുട്ടൻ പ്രേമമാണ് ഈ സാധനം. നമ്മുടെ ഐഫോണിലെ എയർപോഡ്സിൽ വെച്ചേക്കുന്ന സെയിം ചിപ്സെറ്റ് ഇതിൻ്റെ അകത്തും ഉണ്ട്. സോ നിങ്ങൾ ഈ സാധനം അടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് നമ്മുടെ സാധനം ഇവിടെ ഉണ്ടല്ലോ, ആടാ പാടാ എന്ന് പറഞ്ഞിട്ട് ആൻഡ്രോയിഡുമായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഐഫോണിൻ്റെ ഒരു മിറ്റ സാധനമാണ് ഇത്. ഞാൻ നേരത്തെ പോലെ 350 ദിർഹമാണ്. അതായത് നാട്ടിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 7000 രൂപ. അയ്യോ ഇതിൽ ANC ഇല്ല കേട്ടാ. ഈ ഡോക്ടർ ഡ്രേ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനാണ്. അങ്ങേരാണ് എമിനത്തിനെയും സ്നൂപ്പ് ഡോഗിനെയൊക്കെ കൊണ്ടുവന്നത്. ഭയങ്കര വലിയ മ്യൂസിക് പ്രൊഡ്യൂസറായിരുന്നു. അയാളെ പേരെ ഇളയാനായിട്ട് ഇറങ്ങുന്ന സാധനങ്ങളാണ്. സത്യം ഉള്ളത് പറയാമല്ലോ. പണ്ടൊക്കെ ബീറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അത് ഇങ്ങനെ റെഡ് അതിൻ്റെ മറ്റേ ഓവർ ദ ഹെഡൊക്കെ വെച്ച് നടക്കുമ്പോൾ നമ്മൾ ബീറ്റ്സിൻ്റെ സാധനം വെച്ചുകൊണ്ട് പോണോടാ മുട്ട ഇടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആപ്പിൾ മേടിച്ചതിന് സ്ഥിതിയുണ്ടല്ലോ. ആപ്പിൾ മേടിച്ചതിന് ശേഷം ഒരു കാര്യവും അവന്മാർ നോക്കിയിട്ടില്ല. ഇതിനെന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണോ? വെറുതെ കോമഡി പീസായിട്ട് അമ്മമാർ കുറേ സാധനം ഇറക്കുവിടെ. ഇതുപോലെ എനിക്കൊക്കെ ഉള്ളവന്മാർക്ക് വന്നിരുന്ന് വലിച്ച് കീറി ഒട്ടിക്കാനായിട്ട് അമ്മമാർ സാധനം ഇറക്കും. ഐ ആം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ഇതിലൊരു മുട്ടൻ കോമഡി ഉണ്ട്. അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിക്കണം. ഞാൻ എന്തായാലും അത് പറയാം. ഇങ്ങനെ വലിച്ച് കീറുന്നു, തുറക്കുന്നു. ഇതിൻ്റെ അകത്ത് കേബിളൊന്നും ഇല്ല കേട്ടോ. ആരും ഒന്നും പ്രതീക്ഷിക്കണ്ടോ. പെട്ടി ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ്. ഇറ്റ്സ് വെരി സ്മോൾ പെട്ടി, ഇറ്റ്സ് വെരി സ്മോൾ. സി ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ലുക്സ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഇവരെ തന്നെ ബീറ്റ്സിൻ്റെ വേറൊരു സാധനമുണ്ട്, ഒരു വെള്ള കളറ് ഇതേപോലത്തെ ട്രാൻസ്പെറൻറ്റ്. ഇത് റെഡ് വരുന്നതുകൊണ്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ. സൂപ്പർ. തുറന്നു കഴിഞ്ഞാൽ അപ്പം മറ്റേ പേറാവും. അതാണ് എൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കണുണ്ട് കേട്ടോ, പ്ലിം പ്ലിം എന്നൊക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് കേബിളൊന്നും വരില്ല. ആർക്ക് വേണം കേബിൾ? ടൈപ്പ് സിയുടെ മൂഡാണ് കൊടുത്തേക്കണേ. ടൈപ്പ് സിയുടെ ഏത് ചാർജിങ്ങും ഇതിൽ ചെയ്യാൻ പറ്റും. ബുക്കും പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെവിയുടെ ഷേപ്പിനനുസരിച്ചിട്ടുള്ള പല ടൈപ്പ് ഓഫ് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ടിപ്സ്. ആൻഡ് ഇത് നോക്കിയാൽ നല്ല രസമുണ്ട്. ഇങ്ങനെ സ്ലൈഡ് ചെയ്തിങ്ങനെ സ്ലൈഡ് ചെയ്തിങ്ങനെ എടുക്കാം. സ്ലൈഡ് ചെയ്തിങ്ങനെ സ്ലൈഡ് ചെയ്തിങ്ങനെ വെക്കാം. കൊള്ളാം. പേപ്പറിൽ എന്തൊക്കെയാണെങ്കിലും ചാർജറുള്ള ചാർജിങ് കേബിൾ പോലും തരുന്നില്ല. 7000 രൂപയുടെ സാധനത്തിൽ. അയ്യോ, ഞാൻ എന്തിനാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത്?
സോ ജസ്റ്റ് ഇത് എന്താ കാണിച്ചിട്ട് ഇതൊന്നിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇത് പടമൊന്നും കാണിക്കില്ലടേ. ഇത് iOS 8 പ്രശ്നമായിരിക്കും കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് സൗണ്ട് കേൾക്കണം. എനിക്ക് ഫൈൻഡ് മൈ ഇതിന് വേണ്ടിയിട്ടായിരിക്കും. ദിസ് ഈസ് ദ പ്രോബ്ലം ഓഫ് iOS 18. ഇതാണ് ബഡ്സിൻ്റെ സൈസ്. സോ വന്നു ഭാഗ്യോടെ കണക്റ്റായി. സൗണ്ടൊക്കെ കേൾക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഫൈൻഡ് മൈ ഇയർബഡ്സിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇതിൻ്റെ അകത്ത് ചെറിയൊരു സ്പീക്കർ പോലത്തെ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. സോ മീഡിയ കൺട്രോൾ ആൻഡ് കോൾ സെൻറ്റർ. ഓക്കെ, സ്കിപ്പ്. 79% ബാറ്ററി ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ തമാശയിലോട്ട് വരാം ഗൈസ്. ഈ മനോഹരമായ കേസിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ കേസിൻ്റെ അകത്ത് ബാറ്ററി ഇല്ല. ഇത് വെറും ഒരു കേസ് മാത്രമാണ്. 7000 രൂപ. പിന്നെ കേസ് സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. എവിടെയെങ്കിലും മറന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റേ മാമാന്ന് സമയത്ത് മാമക്കളെ വാന്ന് മത്തേ എന്നിട്ട് നല്ല വിളിക്കണം. ആപ്പിൾ മൈ ഗോയ്സ്, വാട്ട് ആർ യു ഡൂയിങ്? ANC ഇല്ല. ANCയുടെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ സൗണ്ടൊക്കെ നിർത്തുന്ന രീതിയിലുള്ള, നമ്മൾ മറ്റേ ഉറക്ക സംസാരിക്കൂലേ, ആ ടൈപ്പ് ഓഫ് പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. എന്തൊരു സ്പെഷ്യൽ ഓഫറൊക്കെ വന്നിരിക്കുന്നത്. പാട്ട് കേട്ടോ എന്തിനാണെങ്കിലും. വല്ലാത്ത ജാതി ഇല്ലാത്ത ജാതി. Oh my God, why? What the? That is so sad. Wait. എൻ്റെ OnePlus ബഡ്സ് ഞാൻ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെയിം പാട്ടിന് നല്ല ഇടിയും നല്ല രസമാണ് കേൾക്കാൻ. ഇതൊക്കെ എന്ത് രസമാണ് ഇതൊക്കെ വെക്കാൻ. സൂപ്പർ സാധനം. 5000 ഉള്ളൂ. കിടിലാണ്. ഞാനിപ്പോൾ പേഴ്സണലി യൂസ് ചെയ്യുന്നൊരു TWS ആണ്. കിടുവാണ്. എന്തോ നാടേ ഇത് ചെറിയ ലുട്ടാപ്പി പോലെ ഇരിക്കണമെന്നൊക്കെ ഉള്ളൂ. പക്ഷേ ഇജാതി ശോക സൗണ്ട് സിഗ്നേച്ചർ. ഇടിയും ഇല്ല, ബഹളവും ഇല്ല, ഒരുമാതിരി പുകച്ചൽ മാത്രം. ഓ ഗോഡ്, വൈ ആം ഐ ഡൂയിങ് ദിസ്? അബദ്ധത്തിൽ പോലും ഞാൻ പറയും ഹൈലി കോമ്പാറ്റബിൾ ആണ് ഐഫോണുമായിട്ട്. അതിനൊന്നും യാതൊരു രീതിയിലും ഒരു ഡൗട്ട് ഇവിടെ ആരും വെക്കേണ്ട. ബട്ട് ശോക മൈക്ക് എന്ന് പറഞ്ഞിട്ട് സനി ഒന്ന് വിളിച്ച് നോക്കാം. ബട്ട് ദിസ് ഇത് ഞാൻ പറയാം, ഈ പാട്ടൊക്കെ ഇത് കേൾക്കണോടെ, ആ ക്ലാരിറ്റിയൊക്കെ, ആ ഇടിയൊക്കെ വരുമ്പോൾ നല്ല ബം 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 എന്നിരിക്കും. ഇത് ചുമ്മാ മഴക്കം ഇതിലൊക്കെ ടച്ചും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഐ ഡോണ്ട് കെയർ. എന്തോന്ന് സൗണ്ട് ഒരുമാതിരി. പഴയ കാലത്തേക്ക് ഒരു സാധനത്തിൻ്റെ സൗണ്ട് സിഗ്നേച്ചറില്ല, നമ്മുടെ ഈ എയർപോർട്സിൻ്റെ ഒക്കെ ഒരു സൗണ്ട് സിഗ്നേച്ചർ. അതാണ് അവന്മാർ പിടിച്ചേക്കുന്നത്. അവന്മാർ ശോകം തന്നെ, ശോകം. ഹലോ, പറയണ കേൾക്കാൻ പറ്റുന്നുണ്ടോ? നല്ല ക്ലാരിറ്റി ഉണ്ടോ? ഒരു ബീറ്റ്സിൻ്റെ ഒരു ശോക സാധനം വാങ്ങിച്ചു, അതിൻ്റെയാണ്. ഓക്കെ, ശരി. സനി പറഞ്ഞേക്കുന്നത് സാധനം കൊണ്ട് തിരിച്ചു കൊടുക്കാനാണ്. സാധനം ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ട് സാധനമാണ്. പക്ഷേ ഒന്നാമത്തെ കാര്യം ANC ഇല്ല. ANC ഇല്ല. പെട്ടിയിൽ ചാർജ് ചെയ്യാൻ പറ്റൂല. പെട്ടിയിനകത്ത് വെച്ചാൽ ചാർജ് ആവില്ല. നമുക്ക് ഈ വയറിലോട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ചാർജ് ആവത്തുള്ളൂ. 18 മണിക്കൂർ ഓഫ് ബാറ്ററി ലൈഫാണ് അവർ ഫുൾ ചാർജിൽ പറയുന്നത്. ആൻഡ് സൗണ്ട് ക്ലാരിറ്റി ഇസ് സോ ഓൾഡ് സ്കൂൾ. ലൈക്ക് ഒരു രസമില്ലാത്ത, ഒട്ടും അപ്ഡേറ്റഡ് ആവാത്ത ഒരു സൗണ്ട് സിഗ്നേച്ചർ. ബേസ് പോരാ, വോക്കൽസ് ആണെങ്കിൽ ഒരു മുഴക്കം. ഓ ഗോഡ് യാർ, സീരിയസ്ലി വൈ വുഡ് യു ഈവൻ റിലീസ് ദിസ് ജസ്റ്റ് ഫോർ ദ ഞാൻ ചില രാജ്യത്തുള്ള ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ചെറിയ ഫോം ഫാക്ടർ ഇഷ്ടമാണ്. ഇങ്ങനെ ചെറുതായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, ഐഫോണുമായിട്ട് നിർബന്ധമായിട്ട് എനിക്ക് പെയറിങ് ഒക്കെ സെറ്റായിരിക്കണം, ഇടയ്ക്ക് വെച്ച് പോവരുത്, നല്ലത് തന്നെ വേണം എന്നൊക്കെ പറയുന്നവർക്ക് ഈ സാധനം എടുത്ത് തലയിൽ വെച്ച് കൊടുക്കും. ഇത് ഞാൻ പറയും, കാണാൻ മുടിഞ്ഞ ലുക്കാണ് ഈ സാധനം. ബീറ്റ്സ് എന്നൊക്കെ മൊണ്ടയിലൊക്കെ വെച്ചിട്ട് അടിപൊളി. പക്ഷേ ഇറ്റ് ഈസ് സോ ബാഡ് ഫോർ ദാറ്റ് മണി. അബ്സല്യൂട്ട്ലി ബാഡ്. ഇതിനും ഒന്നും പറയാനില്ല. പ്ലീസ് ഡോണ്ട് ബൈ ദിസ്, പ്ലീസ്. ഞാൻ എന്തിനതൊക്കെ
ഓക്കെ.